نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവൻ്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങളും കേൾക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഉപദേശിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ തഖ്വയുള്ളവരായി ജീവിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ വചനമാണ് ഞാൻ ഓതിവച്ചത്. സൂറത്തുൽ ഫുർഖാനിൽ 63-ാമത്തെ വചനം മുതൽ 77-ാമത്തെ വചനം വരെ 15 വചനങ്ങൾ പടച്ച തമ്പുരാൻ ആ വചനങ്ങളിൽ പഠിപ്പിക്കുന്നത് ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും ആ യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്നും അവർ
അവരും പടച്ച തമ്പുരാനുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നും ആ ബന്ധം ഏതു രൂപത്തിലായിരിക്കണം നിലനിർത്തേണ്ടത് എന്നും അതോടൊപ്പം ഒരു വിശ്വാസി അവന്റെ സഹസൃഷ്ടികളുമായി അഥവാ മനുഷ്യരുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നും ആ ബന്ധം എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഏതു രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്നുമൊക്കെയാണ് പടച്ച തമ്പുരാൻ ഈ 15 വചനങ്ങളിലായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. പടച്ച തമ്പുരാൻ അവന്റെ അടിമകളെ സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി വിളിക്കുന്ന ഒരുപാട് രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് പടച്ച തമ്പുരാൻ അഭിസംബോധനം ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷന്മാർ മാത്രമല്ല, മറിച്ച് പടച്ച തമ്പുരാന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ മനുഷ്യരായി ഈ ലോകത്ത് ആരൊക്കെയുണ്ടോ, സ്ത്രീയായും പുരുഷനായും ആരൊക്കെയുണ്ടോ അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ്. പക്ഷേ അള്ളാഹു ഈ 15 വചനങ്ങളിൽ പറയുന്ന അടിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ സാധാരണ അള്ളാഹുവിന്റെ അടിമകളെ പോലെ സാധാരണ മനുഷ്യന്മാരല്ല. അള്ളാഹുവിന്റെ ഈ അടിമകൾ എന്ന് പറഞ്ഞാൽ ഇവർ പടച്ച തമ്പുരാന്റെ കാരുണ്യവാനായ റഹ്മാനായ നാഥന്റെ അടിമകളാണ്. അഥവാ ഇവർ പിശാചിന്റെ അടിമകളല്ല. ഇവർ ദേഹേച്ഛകളുടെ അടിമകളോ ബഹുദൈവങ്ങളുടെ അടിമകളോ അതല്ലെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ സുഖസൗകര്യങ്ങളുമായി പോകുന്ന അത്തരത്തിലുള്ള അടിമകളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ഇഷ്ടദാസികളാണ്. പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും വിധേയരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ഇഷ്ടദാസികളുമാണ് ഇവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇബാദുർ റഹ്മാൻ, ഇവിടെ അള്ളാഹു പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് റഹ്മാൻ എന്നാണ്. സകല സൃഷ്ടികൾക്കും കരുണ ചെയ്യുന്നവൻ. ലോകത്ത് പടച്ച തമ്പുരാന്റെ സൃഷ്ടികൾ ആരൊക്കെയുണ്ടോ ഏതൊക്കെയുണ്ടോ അവർക്കൊക്കെയും കരുണ ചെയ്യുന്നവരാണ്, കാരുണ്യം ചൊരിയുന്നവനാണ് പടച്ച തമ്പുരാൻ എന്ന് അള്ളാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളൊക്കെയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സദാസമയം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ നാഥന്റെ റഹ്മാനായ നാഥന്റെ അടിമകളാകണമെന്ന്. എങ്കിൽ ആ റഹ്മാനായ നാഥന്റെ ഇഷ്ടദാസന്മാരാകണമെങ്കിൽ, ഇഷ്ടദാസികളാകണമെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട 12 ഗുണങ്ങളാണ് പടച്ച തമ്പുരാൻ ഈ 15ഓളം വചനങ്ങളിലായി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 12 ഗുണങ്ങൾ പടച്ച തമ്പുരാൻ പറഞ്ഞ ഈ 12 ഗുണങ്ങൾ ആർക്ക് സ്വായത്തമാക്കാൻ സാധിച്ചുവോ, ആർക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചുവോ, ആർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഈ 12ഓളം ഗുണങ്ങൾ സാംശീകരിക്കുവാൻ സാധിച്ചുവോ, അവരാണ് പടച്ച തമ്പുരാന്റെ ഇഷ്ടദാസികൾ, ഇഷ്ടദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഇവിടെ പടച്ച തമ്പുരാൻ ആ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇഷ്ടദാസികളുടെ ഒന്നാമത്തെ ഗുണമായി പടച്ച തമ്പുരാൻ എടുത്തു പറഞ്ഞു, വ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ സിട്ടാവായ പടച്ച തമ്പുരാന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ ആരാണ്? അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വിനയത്തോടുകൂടി വിനയാന്വിതരായി നടക്കുന്നവരാകുന്നു അവർ. അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടദാസിയാകണമെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകണമെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അള്ളാഹു പറയുന്നു വിനയം വേണം. വിനയമുള്ളവരായിരിക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസികളെന്നും ഇഷ്ടദാസന്മാരും എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ വിനയത്തോടും താഴ്മയോടും കൂടി പെരുമാറുക. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വിനയത്തോടുകൂടി പെരുമാറാൻ സാധിക്കുക. അതാണ് ഇബാദുർ റഹ്മാനിന്റെ ഒന്നാമത്തെ യോഗ്യത, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വിനയമെന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ട ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരിക്കണം. ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ് വിനയം എന്നാണ് ഖുർആൻ. അഥവാ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, മറ്റുള്ളവരുമായി പെരുമാറുമ്പോൾ ഈ വിനയം പ്രകടമാകണം. ഈ വിനയം മറ്റുള്ളവർക്ക് പ്രകടമായി കാണണം എന്ന് തന്നെയാണ് പടച്ച തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അഥവാ ഒരു മുസ്ലിം
വിനയാന്വിതനായിരിക്കണം. അതവന്റെ നോട്ടത്തിലും നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ആ വിനയം മറ്റുള്ളവർക്ക് പ്രകടമായി കാണണം എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ സ്ലോവിൽ, വളരെ പതുക്കെ നടക്കുന്നവർ എന്നല്ല. കാരണം മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇദാ മശാക അന്നമാ യൻഹിതു മിൻ സബബ് വകഅന്നമൽ അർള തത്വി ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിരുന്നത് ഒരു മലയുടെ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരും പോലെ വളരെ സ്പീഡിലായിരുന്നു കാലുകൾ അദ്ദേഹം എടുത്തു വച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മശീഇ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നടത്തത്തിൽ വേഗതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം വേഗതയുണ്ടായിരുന്നു, സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ നടത്തത്തിൽ വിനയമുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല സഹോദരിമാരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നടന്നു വരുമ്പോൾ എതിർഭാഗത്തു നിന്നും ഒരു യുവാവായ മനുഷ്യൻ ആടിക്കുഴഞ്ഞുകൊണ്ട് അലസതയോടുകൂടി നടന്നു വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു വന്നാണ്, അൻത മരീദ്, നീ രോഗിയാണോ, നിനക്ക് വല്ല പ്രയാസങ്ങളുമുണ്ടോ നടക്കാൻ? ഉടൻ തന്നെ ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖലാ ലാ യാ അമീറൽ മുഅ്മിനീൻ, ഇല്ല അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്ക് നടക്കുവാൻ ഒരു പ്രയാസവുമില്ല, എനിക്കൊരു രോഗവുമില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു വന്നാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കൽപ്പിച്ചു, എങ്കിൽ നിനക്ക് നടക്കാൻ ക്ഷീണമോ മറ്റുള്ള പ്രയാസങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നീ നടക്കണം, നിന്റെ നടത്തത്തിൽ നിന്റെ ആരോഗ്യം പ്രകടമാകണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ വിശ്വാസിയുടെ നടത്തം, ഇബാദുർ റഹ്മാന്റെ നടത്തം വിനയത്തോടുകൂടിയാകണമെന്ന് പറഞ്ഞത് വളരെ സ്ലോവിൽ നടക്കുന്നവനെ കുറിച്ചല്ല, വളരെ പതുക്കെ നടക്കുന്നവനെ കുറിച്ചല്ല, മറിച്ച് ആ നടത്തത്തിൽ അവന്റെ വിനയം പ്രകടമാകണം, മാന്യതയോടുകൂടി നടക്കുന്നവനാകണം അവന്റെ നടത്തത്തിൽ അവന്റെ മാന്യത പ്രകടമാകണം. അതേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഡ്രസ് അണിഞ്ഞുകൊണ്ടേ, വസ്ത്രം ധരിച്ചുകൊണ്ടേ അവർ പുറത്തിറങ്ങാൻ പാടുള്ളൂ. എവിടേക്കായാലും ശരി, പള്ളിയിലേക്കായാലും മറ്റുള്ള ഏത് സ്ഥലത്തേക്കായാലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും പറഞ്ഞ ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയും അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതോടൊപ്പം റോഡിലൂടെ നടക്കുമ്പോ, അങ്ങാടിയിലൂടെ നടക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മാർക്കറ്റിലൂടെ നടക്കുമ്പോ ഒരുപാട് ഹറാമായ രംഗങ്ങൾ ഉണ്ടാകും. അവിടെ കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത, നോക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ കണ്ണ് ഹറാമായ കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസിയുടെ കാത് ഹറാമായ കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ കാലുകൾ ഹറാമായ കാര്യത്തിലേക്ക്, ഹറാമായ രംഗങ്ങളിലേക്ക് ചലിപ്പിക്കാൻ പാടില്ല. അതാണ് വിനയത്തോടുകൂടി നടക്കുക എന്ന് പറഞ്ഞാൽ. അച്ചടക്കം വേണം നടത്തത്തിൽ. മഹാനായ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിഭാഗം ആളുകളെ, നരകാവകാശികളായ ആളുകളെ നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. അതിൽ രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വനിസാഉൻ, കുറച്ച് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. എന്താണ് ആ പെണ്ണുങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം? കസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമിലാത്തുൻ കഅസ്നിമത്തുൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണുങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം കാസിയാത്തുൻ ആരിയാത്തുൻ
മാഇലാത്തുൻ മുമിലാത്തുൻ, അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് നഗ്നകളായ പെണ്ണുങ്ങളാണ്. അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് നഗ്നകളായ പെണ്ണുങ്ങളാണ്. അഥവാ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന, മറ്റുള്ളവരെ തന്നിലേക്ക് നോക്കിപ്പിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ അണിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അവർ മറ്റുള്ളവരോട്, അന്യ പുരുഷന്മാരോട്, അന്യ ആണുങ്ങളോട് സംസാരിക്കുമ്പോ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന പെണ്ണുങ്ങളാകുന്നു അവർ. തീർന്നില്ല, റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലകൾ ചാഞ്ഞാടുന്ന ഒട്ടകപ്പൂഞ്ഞകൾ പോലെയാണ്. അഥവാ നടത്തത്തിൽ മാന്യതയില്ലാത്ത പെണ്ണുങ്ങൾ, നടത്തത്തിൽ അച്ചടക്കമില്ലാത്ത പെണ്ണുങ്ങൾ. അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, കാതങ്ങളോളം കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന, ആഞ്ഞു വീശുന്ന സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യം അത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്കുണ്ടാവില്ല. അവർ നരകത്തിന് അവകാശികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരിമാരെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം 18-19 വചനങ്ങൾ. എന്താണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശം? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മനുഷ്യരോട് പെരുമാറുമ്പോ, മനുഷ്യരോട് സംസാരിക്കുമ്പോ അഹങ്കാരത്തോടുകൂടി നിന്റെ കവിൾ കോട്ടാൻ പാടില്ല. വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിലൂടെ നടക്കുമ്പോ വിനയത്തോടുകൂടി നടക്കണം, ഒരിക്കലും പൊങ്ങച്ചം പാടില്ല. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, പൊങ്ങച്ചക്കാരനെ, അഹങ്കാരിയെ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല മോനെ എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറയാണ്. മാത്രമല്ല, വഖ്സിദ് ഫീ മശീക, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം. നിന്റെ നടത്തത്തിലെ വിനയം ആ നടത്തത്തിൽ കാണണം, ജീവിതത്തിലെ വിനയം ആ നടത്തത്തിൽ കാണണം എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരിമാരെ, നമുക്കാവണം ഈ ഉപദേശം നമ്മോടുള്ള ഒരു ഉപദേശമായി. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഉപദേശം നമ്മോടുള്ള ഒരു ഉപദേശമായി നമ്മൾ കാണണം. ചില ആളുകളെ പറ്റി പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? പലരും പറയാറുണ്ട് പലരെ പറ്റിയും, അവന്റെ നടത്തം കണ്ടില്ലേ, അവന്റെ നടത്തം കണ്ടാൽ അറിയാം അവന്റെ സ്വഭാവം, അവന്റെ നടത്തം കണ്ടാൽ അറിയാം, കണ്ടില്ലേ അവനൊരു അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലരെയും പറ്റി ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരി, ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവർ ഇത്തരത്തിൽ നമ്മെപ്പറ്റി കുറ്റം പറയുന്ന ഒരു അവസ്ഥ വിശ്വാസികളെ, വിശ്വാസിനികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും വിനയം പ്രകടമാകണം. എങ്കിലേ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസികളാകാൻ, ഇഷ്ടദാസന്മാരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് പെരുമാറുമ്പോ, കുടുംബക്കാരോട് പെരുമാറുമ്പോ, കൂട്ടുകാരോട് പെരുമാറുമ്പോ, ഭർത്താവിനോട് പെരുമാറുമ്പോ, മക്കളോട് പെരുമാറുമ്പോ ഈ വിനയം നമ്മുടെ ജീവിതത്തിൽ കാണണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രാ 17-ാം അധ്യായം 24-ാമത്തെ വചനം, പടച്ചതമ്പുരാൻ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, തന്റെ ഉമ്മയോട്, തന്റെ ഉപ്പയോട് എങ്ങനെ പെരുമാറണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, എന്തായി പറഞ്ഞത്? കാരുണ്യത്തോടുകൂടി നിന്റെ ഉമ്മയോട്, ഉപ്പയോട് നീ പെരുമാറണം. എളിമയുടെ, താഴ്മയുടെ ചിറകുകൾ നിന്റെ ഉപ്പാക്ക്, നിന്റെ ഉമ്മാക്ക് നീ താഴ്ത്തി കൊടുക്കണം. അവരോട് വിനയത്തോടുകൂടി പെരുമാറണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു സൃഷ്ടിയോട്, മനുഷ്യരോട്, ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിനോട്, ഒരു സ്ത്രീയുടെ, ഭാര്യയുടെ ഭർത്താവിനോട്, ഭർത്താവിന്റെ മുമ്പിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് മാന്യമായി വിനയത്തോടുകൂടി പെരുമാറാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കണം. പലപ്പോഴും പലരെ പറ്റിയും പരാതികളാണ്. മുസ്ലിമീങ്ങൾ തന്നെ, മുസ്ലിമീങ്ങളായ ആളുകൾ പലപ്പോഴും മറ്റുള്ളവരെ പറ്റി പരാതിയാണ്. കുടുംബക്കാർ, വാപ്പ പറയുന്നു മക്കളെ പറ്റി പരാതി, അവൻ എന്നോട് മിണ്ടുന്നില്ല, അവൻ എന്നെ കാണുമ്പോ തിരിഞ്ഞു പോകുന്നു. ഉമ്മാക്ക് മകനെ പറ്റി പരാതിയാണ്, ഭാര്യക്ക് ഭർത്താവിനെ പറ്റിയും ഭർത്താവിന് ഭാര്യയെ പറ്റും പരാതിയാണ്. അതോടൊപ്പം കൂട്ടുകാർക്ക് മറ്റുള്ളവരെ പറ്റി പരാതി. എന്തേ കാരണം? അവൻ വല്ലാത്ത അഹങ്കാരിയ, അവൻ എന്നെ കാണുമ്പോ തിരിഞ്ഞു പോകുന്നു, അവനെന്തോ എന്നെ കാണുമ്പോ മിണ്ടിയില്ല,
അവൻ വല്ലാത്ത അഹങ്കാരിയാണ് എന്ന് പലപ്പോഴും പല ആളുകളെയും പറ്റി പറയാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പരാതി പറയുന്ന അവസ്ഥ ഒരു വിശ്വാസി ഉണ്ടാക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു രംഗം പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെ, പലപ്പോഴും ചില ആളുകള് അവരുടെ മുഖം വല്ലാത്ത ഗൗരവമുള്ള മുഖമായിരിക്കും. ഏത് സമയത്തും എന്തോ ഒരു ദേഷ്യം പിടിച്ച മുഖവുമായി നടക്കുന്ന ആളുകൾ, ഗൗരവം പിടിച്ച മുഖക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, അൻതൽക അഖാക ബിവജ്ഹിൻ തൽക്, നീ നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കണം. നീ നിന്റെ കൂട്ടുകാരിയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. കാരണം അത് പുണ്യകർമ്മമാണ്, സ്വതക്കയാണ്. നാളെ പരലോകത്ത് നിന്റെ കർമ്മത്തിൽ, സൽക്കർമ്മങ്ങളുടെ കർമ്മത്തിൽ അത് രേഖപ്പെടുത്തി വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കാവണം കുടുംബക്കാരെ കാണുമ്പോ, കൂട്ടുകാരികളെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കാൻ, അവരുടെ മുഖത്ത് നോക്കി ഒന്ന് സലാം പറയാൻ, കൂട്ടുകാരികളെ കാണുമ്പോ, കുടുംബക്കാരികളെ കാണുമ്പോ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ, കൈ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം നടന്നു പോകുമ്പോൾ കുട്ടികളെ കാണുന്നു. ആ കുട്ടികളെ കാണുമ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നുവെന്നോ, അദ്ദേഹം അതാ ആ കുട്ടികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കുട്ടികളുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കുട്ടികളോട് സലാം പറയുന്നു. ആ കുട്ടികളെ ഒന്ന് നെറുകയിൽ ചുംബിക്കുന്നു. ആ കുട്ടികളെ ഒന്ന് തലോടുന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം ഹദീസ് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലു, എന്റെ നേതാവ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. എന്നിട്ട് ആ കുട്ടികളോട് സലാം പറയുന്നു. ആ കുട്ടികളുടെ നെറുകയിൽ ചുംബിക്കുന്നു. ആ കുട്ടികളുടെ നെറുക ഒന്ന് തലോടുന്നു. നോക്കൂ നിങ്ങൾ, സാധിക്കണം സഹോദരിമാരെ. സ്വന്തം മക്കളെ കാണുമ്പോൾ മാത്രമല്ല, മറ്റുള്ളവരുടെ പാവപ്പെട്ടവന്റെ മകളായാലും മകനായാലും, മറ്റ് പണക്കാരന്റെ മകനായാലും മകളായാലും, കുട്ടികളെ കാണുമ്പോൾ ഒന്ന് തലോടാനും, ആ കുട്ടികളോട് ഒന്ന് സ്നേഹത്തോടുകൂടി പെരുമാറാനും, ആ കുട്ടികളോട് വിനയത്തോടുകൂടി പെരുമാറാനും സാധിക്കണം എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പലർക്കും പലരെ പറ്റിയും അസൂയയാണ്, പലർക്കും എപ്പോഴും ദേഷ്യമാണ്, വിദ്വേഷമാണ്, പകയാണ് പലരോടും. അല്ലെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സ്, ആ സദസ്സിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും. നോക്കൂ നിങ്ങൾ, ആരായി പറഞ്ഞത്? എന്ന് പറഞ്ഞ പ്രവാചകൻ, അള്ളാഹുവിന്റെ സന്ദേശം മാത്രം, അള്ളാഹു പറഞ്ഞു കൊടുത്തത് മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ പറയുന്നു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും എന്ന്. സ്വഹാബികളെല്ലാവരും, ആ സദസ്സിലുണ്ടായിരുന്ന സ്വഹാബികളെല്ലാവരും വാതിൽക്കിലേക്ക്, ആ കവാടത്തിലേക്ക് സൂക്ഷ്മതയോടുകൂടി നോക്കിയിരിക്കുന്നു. കാരണം ആരായി പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞത്. ആരായിരിക്കും ആ ഭാഗ്യവാൻ? നോക്കിയിരിക്കുമ്പോ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങോട്ട് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവ് കൊണ്ട് സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ സ്വഹാബി. മറ്റൊരു സദസ്സ്, മറ്റൊരു സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും. സ്വഹാബികളെല്ലാവരും ആ വാതിൽക്കലേക്ക് നോക്കിയിരിക്കുമ്പോ നേരത്തെ കടന്നു വന്ന മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മറ്റൊരു സദസ്സ്, മറ്റൊരു സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തന്റെ ആ വാചകം ആവർത്തിക്കുന്നു, സ്വർഗാവകാശിയായ, നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരും. നേരത്തെ കടന്നു വന്ന മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയിട്ട് ഉറക്കം വന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഞങ്ങളെപ്പോലെയുള്ള ഒരു സഹാബി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞു? അനസ് റളിയല്ലാഹു അൻഹു പോയി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 3 ദിവസം താമസിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം 3 ദിവസം താമസിച്ചു. താമസിച്ച് ആ വീട്ടിൽ നിന്ന് 3-ാമത്തെ ദിവസവും അനസ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോരുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു താങ്കൾ സ്വർഗാവകാശിയാണെന്ന്.
ഞാൻ 3 ദിവസം താങ്കളോടൊപ്പം താമസിച്ചിട്ടും ഞങ്ങൾ ചെയ്യാത്ത പ്രത്യേകമായ പുതിയ ഒരു കർമ്മവും താങ്കൾ ചെയ്യുന്നതായി ഞാൻ കാണുന്നില്ല, ഞാൻ കണ്ടില്ല. പിന്നെ എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ താങ്കൾ സ്വർഗാവകാശിയാണെന്ന് പറയാനുള്ള കാരണം? മഹാനായ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിനുള്ള കാരണം, ഞാൻ എന്റെ വിരിപ്പിലേക്ക് രാത്രിയിൽ മടങ്ങുമ്പോ ഖൽബുൻ സലീം, നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ എന്റെ വിരിപ്പിലേക്ക് മടങ്ങുന്നത്. എനിക്കൊരാളോടും ദേഷ്യമില്ല, എനിക്കൊരാളോടും പകയില്ല, എന്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ല. അത്തരത്തിലുള്ള ഖൽബുൻ സലീം, നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയാണ് ഞാൻ എന്റെ വിരിപ്പിലേക്ക് എല്ലാ ദിവസവും മടങ്ങാറുള്ളത് എന്ന് മഹാനായ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവും അനസ് റളിയല്ലാഹു അൻഹുവോട് മറുപടി പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരാളോടും ദേഷ്യമില്ലാത്തൊരു ജീവിതം, ഒരാളോടും പകയില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്തൊരു ജീവിതം ആർക്ക് സാധിക്കും? അല്ലെ, ആലോചിച്ച് നോക്കൂ. നമുക്ക് പകയുള്ള, നമുക്ക് ദേഷ്യമുള്ള, നമുക്ക് വിദ്വേഷമുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ തന്റെ വിരിപ്പിലേക്ക് മടങ്ങുമ്പോ ഇന്ന് ആരോടൊക്കെയാണ് ദേഷ്യപ്പെട്ടത്, ആരെക്കുറിച്ചാണ് അസൂയ വെച്ചത് എന്ന് ആലോചിക്കുമ്പോ ഒരുപക്ഷെ നേരം വെളുക്കും വരെ ആലോചിച്ചാലും ആ നമ്മൾ ദേഷ്യമുള്ള ആളുകളുടെയും പകയുള്ള ആളുകളുടെയും ലിസ്റ്റ് തീരൂല. അത്രയധികം ആളുകളോട് ദേഷ്യവും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകൾ മാറണം. പിണക്കങ്ങൾ ഉണ്ടാകും, പിണക്കങ്ങൾ സ്വാഭാവികമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങും, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും, സ്വകാര്യമായ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും. അല്ലെ, ഉമ്മയും മകനും തമ്മിൽ, വാപ്പയും മകനും തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, കൂട്ടുകാരികൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ ഒരു പക്ഷേ സ്വാഭാവികമായും മനുഷ്യരെന്ന നിലക്ക് പിണക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു വേണം? ആ ചെറിയ പിണക്കങ്ങൾ ഒരിക്കലും വലിയ പിണക്കങ്ങളാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വിശ്വാസികൾ അവർ 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. മാത്രവുമല്ല, എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായാൽ സലാം കൊണ്ട് ആദ്യം ആരംഭിക്കുന്നവൻ അവൻ അള്ളാഹുവിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ നാളെയുടെ സ്വർഗത്തിൽ അവന്റെ പദവി പടച്ച തമ്പുരാൻ ഉയർത്തിക്കൊടുക്കും എന്ന്. അല്ലെ, എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് കയറി വരും. എന്നിട്ട് പറയും, നീ മിണ്ടണ്ട, അവനല്ലേ ആദ്യം പിണങ്ങിയത്, അവൻ മിണ്ടട്ടെ, അല്ലെങ്കിൽ അവളും മിണ്ടട്ടെ. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരം ചിന്തകൾ പാടില്ല. കാരണം അബിസ്സലാം, ആദ്യം പോയി പിണക്കം തീർക്കുന്നവൻ, ഇണക്കമുണ്ടാക്കുന്നവൾ, അവൾക്ക് നാളെയുടെ ലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ച തമ്പുരാൻ അവരുടെ പദവി ഉയർത്തിക്കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് സാധിക്കണം സഹോദരന്മാരെ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി ആരായിരിക്കണം? അൽ മുഅ്മിനു മുഅല്ലഫുൻ, ഒരു സത്യവിശ്വാസി ഇണങ്ങാൻ പറ്റുന്നവളായിരിക്കണം. പിണങ്ങുന്നവൾ മാത്രമാകരുത്. പിണങ്ങിയാൽ വേഗം, എത്രയും വേഗം ഇണങ്ങുന്നവളായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ദേഷ്യം ജീവിതത്തിൽ ഇബാദുർ റഹ്മാൻ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത്. ദേഷ്യമുണ്ടാകും, സ്വാഭാവികമാണ്. പല കാര്യങ്ങൾക്കും വ്യക്തിപരമായ ഒരു പക്ഷേ ദേഷ്യം വന്നേക്കാം, ദേഷ്യം സംഭവിച്ചേക്കാം. എന്നാൽ ഒരു ഇബാദുർ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഇഷ്ടദാസിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പ്രകടിപ്പിക്കാൻ പാടില്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. ആരോടായാലും ശരി, ഉമ്മയോട്, ഉപ്പയോട്, പ്രത്യേകിച്ച് ഭർത്താവിനോട്. അല്ലെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ഒരു സ്ത്രീയെ തന്റെ ഭർത്താവിന്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കുമ്പോ അവർ നൽകിയിരുന്ന ചില ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉമ്മ മകൾക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കാണ്. ആർക്കാ, എപ്പോഴാ? വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മകൾക്ക് നൽകുന്ന ഉപദേശം എന്താണെന്നോ? പൊന്നുമോളെ, നീ രോഷം പ്രകടിപ്പിക്കരുത്. കാരണം രോഷത്തെ നീ സൂക്ഷിക്കണം. കാരണം അത് ത്വലാഖിന്റെ താക്കോലാണ്. അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ വിനീതയായ ഒരു ദാസിയായി പെരുമാറാൻ നിനക്ക് സാധിക്കണം. എന്തായി പറഞ്ഞത്? നീ നിന്റെ ഭർത്താവിനോട് രോഷം പ്രകടിപ്പിക്കാൻ പാടില്ല. ദേഷ്യം ഉണ്ടാവും, അടക്കി വെക്കണം. വിശുദ്ധ ഖുർആൻ മുഹ്സിനീങ്ങളായ ആളുകളെ പരിചയപ്പെടുത്തി, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അടക്കി വെക്കാൻ കഴിയുന്നവർ, ദേഷ്യം വരുമ്പോൾ അടക്കി വെക്കാൻ കഴിയുന്നവർ, അതേപോലെ തന്നെ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിലുള്ള മുഹ്സിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെ, ഭൂരിഭാഗം ആളുകളും ഇന്നത് മനസ്സിലാക്കുന്നില്ല. ഭൂരിഭാഗം ആളുകളും ഇതറിയാഞ്ഞിട്ടല്ല,
ഇതൊന്നും പാടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല എന്നറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയവർ പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചും വിനയമില്ലാത്ത കാര്യങ്ങളുമായി നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് ഇത് വന്നു? അല്ലെ, മറ്റൊന്നുമല്ല, കാരണം അവരുടെ ജീവിതത്തിൽ അഹങ്കാരം പിടികൂടി, ജീവിതത്തിലേക്ക് അഹങ്കാരം കടന്നു വന്നു. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം പലപ്പോഴും മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ആണായാലും പെണ്ണായാലും. അതുകൊണ്ടാണ് പടച്ച തമ്പുരാനെ ധിക്കരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഭൂമിയിൽ വിനയത്തോടുകൂടി ജീവിക്കുവാനോ വിനയത്തോടുകൂടി സംസാരിക്കുവാനോ സാധിക്കാത്തത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആരായാലും ശരി, ആണായാലും പെണ്ണായാലും അഹങ്കാരം പാടില്ല. അഹങ്കാരം ഏറ്റവും വലിയ അപകടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കബർ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. മനസ്സിൽ അണു അളവ് ഒരു നിസ്സാരമായി അഹങ്കാരമുള്ളവൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. നോക്കൂ നിങ്ങൾ, അഹങ്കാരം പ്രകടിപ്പിക്കണമെന്നില്ല, മനസ്സിലുണ്ടായാൽ മതി. അല്ലേ? ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസനാ വനഅലുഹു ഹസനാ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ നല്ല വസ്ത്രം അണിയാറുണ്ട്, നല്ല വസ്ത്രം ധരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ വനഅലുഹു ഹസനാ, അതേപോലെ തന്നെ നല്ല ചെരുപ്പ് ധരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അത് അഹങ്കാരമാണോ? നല്ല ചെരുപ്പ് ധരിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, അതൊക്കെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അതൊന്നല്ല അഹങ്കാരം. കാരണം അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. അഥവാ നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല വസ്ത്രം വാങ്ങുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല വീട് വെക്കുക, നല്ല വാഹനം വാങ്ങുക, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക, അതൊന്നും എന്തല്ല? അഹങ്കാരമല്ല. മറിച്ച് എന്താണ് അഹങ്കാരം? റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, അൽ കിബറു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. ഈ വീട് വെക്കുമ്പോഴും, ഈ വസ്ത്രം ധരിക്കുമ്പോഴും, ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും മറ്റുള്ളവരെ കാണണം, മറ്റുള്ളവർ തന്നെ ഏറ്റവും വലിയൊരാളായി കാണണം, അതാണ് അഹങ്കാരം. അതോടൊപ്പം സത്യത്തെ നിസ്സാരമായി കളയ, സത്യത്തെ പുച്ഛിച്ച് തള്ള, അതാണെന്ത്? അഹങ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരത്തിന്റെ നിർവചനമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുമ്പോൾ മാറിപ്പോക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള കേന്ദ്രത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് മനഃപൂർവ്വം മാറി നിൽക്കുക, സത്യത്തെ എതിർക്കുക, അതാണെന്ത്? അഹങ്കാരം എന്ന് ഖുർആൻ സൂറത്തു നൂഹ് 71 അധ്യായം 7 വചനം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നു, വഇന്നീ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കാൻ വേണ്ടി നിന്റെ ദീനിലേക്ക് അവരെ ഞാൻ വിളിച്ചപ്പോ ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം, അവരതാ അവരുടെ വിരലുകൾ അവരുടെ ചെവിയിലേക്ക് തിരികെ വെക്കുകയാണ്. വസ്തൗശൗ സിയാബഹും, അവരുടെ വസ്ത്രം കൊണ്ട് അവർ മൂടിപ്പുതക്കുകയാണ്. വഅസറു, അവരതാ സത്യനിഷേധത്തിൽ തന്നെ ഷടിച്ചു നിൽക്കുകയാണ്. വസ്തക്ബറു ഇസ്തിക്ബാറാ, എന്താ കാരണം? അഹങ്കാരം നടിച്ചുകൊണ്ട് അഹങ്കാരികളായി ആ സത്യനിഷേധത്തിൽ ഷടിച്ചു നിന്നു എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നു. നോക്കൂ നിങ്ങൾ, സത്യത്തിലേക്ക് വിളിച്ചപ്പോൾ വരാത്തവരെ സംബന്ധിച്ചിടത്തോളം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നു, എന്താണ്? അവർ അഹങ്കാരികളായിരുന്നു എന്ന്. അല്ലെ? വിശുദ്ധ ഖുർആൻ ഒരുപാട് അഹങ്കാരികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലെ? പണക്കാരായ അഹങ്കാരികള്, വലിയ വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്ന അഹങ്കാരികള്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസ് 28 അധ്യായം 76 മുതലുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ പോയി. അഹങ്കാരിയായ ഒരു ഭരണാധികാരിയുടെ ഒരു ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത്. അഹങ്കാരിയായ കാറൂൻ എന്ന ഭരണാധികാരിയുടെ, കാറൂൻ എന്ന പണക്കാരന്റെ ചരിത്രമാണ് പടച്ച തമ്പുരാൻ അവിടെ പഠിപ്പിക്കുന്നത്. ആരായിരുന്നു കാറൂൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു കാറൂൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചപ്പോ ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാറൂന് നൽകിയപ്പോ കാറൂൻ എന്ത് ചെയ്തു വന്നു? ഫബഗ അലൈഹിം,
ആ ജനതയുടെ മേൽ അക്രമം അഴിച്ചുവിട്ടു, അക്രമിയായി മാറി. അങ്ങനെ അക്രമിയായ കാറൂനെ സംബന്ധിച്ചിടത്തോളം ആ ജനത അക്രമിയായ കാറൂനോട് പറഞ്ഞു, ഇത് കാലലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. കാറൂൻ, ഒരിക്കലും നീ അഹങ്കാരിയാകാൻ പാടില്ല, നീ ഒരിക്കലും പുളകം കൊള്ളാൻ പാടില്ല. കാരണം പുളകം കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് ആ ജനത കാറൂനോട് പറഞ്ഞു. മാത്രമല്ല വീണ്ടും ആ ജനത പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് ഒരുപാട് നൽകി, ഒരുപാട് സമ്പത്ത് നൽകി, അതിലൂടെ പരലോകത്ത് വിജയിക്കാൻ നീ നോക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഈ ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കാൻ പാടില്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അള്ളാഹു നിനക്ക് ഒരുപാട് സമ്പത്ത് എന്ന അനുഗ്രഹമായ നന്മ നൽകിയതുപോലെ നീ തിരിച്ചും അള്ളാഹുവിന് നന്മ ചെയ്യണം. വലാ തബഗിൽ ഫസാദ ഫിൽ അർള്. നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നോക്കൂ നിങ്ങൾ, അഹങ്കാരിയായ കാറൂനോട് ആ ജനത ഒരുപാട് ഉപദേശങ്ങൾ നൽകി. എന്നാൽ ഈ ഉപദേശങ്ങളൊന്നും കാറൂനെ സംബന്ധിച്ചിടത്തോളം വില പോയില്ല. കാറൂൻ ആ ജനതയോട് പറഞ്ഞുവെന്നാണ്. എന്താണെന്നോ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഹേയ്, നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ ഈ സമ്പത്തുണ്ടല്ലോ, എന്റെ ഈ അധികാരമുണ്ടല്ലോ, അതൊന്നും എനിക്കും ഒരാളും തന്നല്ല. മറിച്ച് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കയ്യൂക്ക് കൊണ്ട് നേടിയ സമ്പത്താണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. ഇത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ കാറൂൻ ജനങ്ങൾക്കിടയിലേക്ക് അഹങ്കാരിയായി ജീവിച്ചു. മാത്രമല്ല സഹോദരിമാരെ, ഇത്തരത്തിൽ അഹങ്കാരിയായി ജീവിച്ച കാറൂനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ പിടുത്തം പിടിച്ചു ഈ ഭൂമിയിൽ വെച്ച്. അള്ളാഹുവിന്റെ പിടുത്തം ശക്തമായ പിടുത്തമായിരുന്നു. എങ്ങനെയായിരുന്നു ആ പിടുത്തം? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അഹങ്കാരിയായ കാറൂനെയും അവന്റെ ഭവനമാകുന്ന കൊട്ടാരത്തെയും അള്ളാഹു ഈ ഭൂമി പിളർത്തി ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അഹങ്കാരിയുടെ ചരിത്രം, നാളെ പരലോകത്ത് കാറൂന് കാത്തിരിക്കുന്ന ശിക്ഷ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു അഹങ്കാരി, ഭരണാധികാരിയായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഫിർഔൻ എന്ന അഹങ്കാരി, അല്ലെ, അനറബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞ ധിക്കാരിയായ അഹങ്കാരിയായ ഒരു ഭരണാധികാരി. ഏ മൂസ, നിങ്ങളൊരു ദൈവത്തെക്കുറിച്ച് പറയുന്നല്ലോ, നിങ്ങളൊരു ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നല്ലോ, ആകാശഭൂമിക്ക് സിട്ടാവുണ്ടെന്ന്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്തൊരു ദൈവത്തെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ മൂസ. ആരാണ് നീ പറയുന്ന അല്ലാഹ്? ആരാണ് നീ പറയുന്ന ദൈവം? ആരാണ് നീ പറയുന്ന രക്ഷിതാവ് എന്ന് ചോദിച്ച ഫിർഔൻ. മാത്രമല്ല അഹങ്കാരിയായ ഫിർഔന്റെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹാമാനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഫൗഖിദ്ലി യാ ഹാമാൻ അലത്തീനി ഫജ്അൽ ലീ സുർഖാ. ഫിർഔൻ അതാ തന്റെ മന്ത്രിയായ ഹാമാനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫൗഖിദ്ലി യാ ഹാമാനു അലത്തീനി ഫജ്അൽ ലീ സുർഖാ. ഹാമാനെ, നീ എനിക്ക് വേണ്ടി ഒരു ഉന്നതമായ ബുർജ് പണിയണം, ഉന്നതമായ ഒരു സൗധം പണിയണം. എന്തിനു വേണ്ടിയെന്നോ, ലഅല്ലി അത്വലിഉ ഇലാ ഇലാഹി മൂസ. മൂസ റബ്ബിനെ കുറിച്ച് പറയുന്നു, ആകാശഭൂമികളുടെ സിട്ടാവെന്ന് പറയുന്നു, ഇലാഹ് എന്ന് പറയുന്നു. ആ നാഥന്, ആകാശത്തുള്ള നാഥന്, ആ ബുർജിന്റെ, ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാനൊന്ന് എത്തി നോക്കട്ടെ. മഅസല്ലാഹ്, നോക്കൂ നിങ്ങൾ, എന്തൊരു വാചകം! ഫിർഔൻ എന്ന അഹങ്കാരിയുടെ വാചകം. മൂസ പരിചയപ്പെടുത്തുന്ന നാഥനെ ഒരു വലിയ ബുർജ് പണിത് അതിന്റെ മേലെ കയറി നിന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വസ്തക്ബറ ഹുവ വജനൂദുഹു ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഫിർഔനും അവന്റെ സൈന്യവും ഭൂമിയിൽ അഹങ്കാരികളായി കൊണ്ട് ജീവിച്ചു. അവർ വിചാരിച്ചു പോയി, വലന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ, അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു പോകൂല എന്ന്, നാളെ പരലോകത്ത് അള്ളാനെ കണ്ടുമുട്ടുകയില്ല എന്നവർ വിചാരിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അത്തരത്തിലുള്ള ഫിർഔന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഫിർഔനെ സംബന്ധിച്ചിടത്തോളം ഫഅഖദ്നാഹു വജനൂദഹു ഫനബദ്നാഹും ഫിൽ യം. അഹങ്കാരിയായ ഫിർഔനെയും സത്യനിഷേധികളായ അവന്റെ സൈന്യത്തെയും പടച്ച തമ്പുരാൻ കടൽ പിളർത്തി കടലിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഫിറൗനെ സംബന്ധിച്ചിടത്തോളം ഖബറിലും നാളെ പരലോകത്തും ഫിറൗനെ കാത്തിരിക്കുന്ന ശിക്ഷ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് അഹങ്കാരികളുടെ അവസ്ഥ. ഈ ലോകത്ത് വെച്ച് തന്നെ പടച്ച തമ്പുരാൻ പിടിക്കും, ആരായിരുന്നാലും ശരി. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സത്യത്തിനെതിരായി ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരെ ശക്തമായ ശിക്ഷ കാത്തിരിക്കുന്നുവെന്നും
ഈ ലോകത്ത് പോലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് അഹങ്കാരികളുടെ ഈ ലോകത്തുള്ള പര്യവസാനമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച അഹങ്കാരികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരെ കാത്തിരിക്കുന്ന ശിക്ഷ മഹാനായ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്? യുഹ്ശറുൽ മുതകബ്ബിറൂന അംസാല ദർറ യൗമൽ ഖിയാമത്തി ഫീ സുവരി റിജാൽ യഗ്ശാഹും അസ്സില്ലു മിൻ കുല്ലി മകാൻ. എന്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്? യുഹ്ശറുൽ മുതകബ്ബിറൂന അംസാല ദർറ യൗമൽ ഖിയാമത്തി ഫീ സുവരി റിജാൽ. അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളായി ലോകത്ത് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള ആളുകളെ ചെറിയ ഉറുമ്പുകളുടെ രൂപത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അഥവാ മനുഷ്യരെ പോലെ കയ്യും കാലും ഒക്കെയുണ്ട്, മനുഷ്യരെ പോലെ അവയവങ്ങളുണ്ട്, പക്ഷേ അവരുടെ വലുപ്പം ഉറുമ്പുകളുടെ വലുപ്പത്തിന്റെ അത്ര രൂപത്തിൽ അത്ര ചെറുതായി തന്നെ പടച്ച തമ്പുരാൻ അവർ ഒരുമിച്ച് കൂട്ടും. മാത്രമല്ല യഗ്ശാഹും അസ്സില്ലു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും അപമാനം അവരെ ആവരണം ചെയ്യും, നിന്ദ്യത അവരെ ആവരണം ചെയ്യും. എല്ലാവരും അപമാനിക്കുന്ന, എല്ലാവരും നാണം കെടുത്തുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള അഹങ്കാരികൾക്ക് ഉണ്ടാകും എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. തീർന്നില്ല. മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ, നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ ഒരു അണു അളവ് അഹങ്കാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഖബ്ബഹല്ലാഹു ലിവജ്ഹിഹി ഫിന്നഹാർ, നാളെയുടെ ലോകത്ത് നരകത്തിൽ അള്ളാഹു അവനെ മുഖം കുത്തി വലിക്കുന്നതാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിലും നാളെയുടെ നരകത്തിലും അവർക്ക് ശക്തമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അഅ്റാഫ് 7-ാം അധ്യായം 40-ാമത്തെ വചനം 41-ാമത്തെ വചനം. ഇത്തരത്തിലുള്ള അഹങ്കാരികൾക്ക് നാളെയുടെ ലോകത്ത് കാത്തിരിക്കുന്ന ശിക്ഷ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്നല്ലസീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത് വകദാലിക നജ്സിൽ മുജ്രിമീൻ ലഹും മിൻ ജഹന്നമ മിഗാദ് വമിൻ ഫൗഖിഹിം ഗവാശ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അഹങ്കാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലസീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു തള്ളി, അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കാതെ ഈ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കൂല. എന്തായി പറഞ്ഞത്? മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകും, പക്ഷെ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും, അവരുടെ സൽക്കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതാണ് ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്, ഒരൊട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകും വരെ. മാത്രമല്ല വകദാലിക നജ്സിൽ മുജ്രിമീൻ, അപ്രകാരമാണ് കുറ്റവാളികൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. ലഹും മിൻ ജഹന്നമ മിഗാദ്, അവർക്കതാ പടച്ച തമ്പുരാൻ നരകത്തിന്റെ കിടക്ക, നരകത്തിന്റെ മെത്ത പടച്ച തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്നു. വമിൻ ഫൗഖിഹിം ഗവാശ്, അവരുടെ മീതെ പുതക്കാനുള്ള പുതപ്പമത, നരകാഗ്നി കൊണ്ടുള്ള പുതപ്പത അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. താഴ്ഭാഗത്തുനിന്നും മുകൾ ഭാഗത്തുനിന്നും നരകത്തിന്റെ തെയ്യ് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു അഹങ്കാരികൾക്ക് വേണ്ടി എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെ? മാത്രമല്ല വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചു, ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ പാർപ്പിടം എത്ര മോശമായ സ്ഥലമാണ് എന്ന്. അതുകൊണ്ട് സഹോദരിമാരെ, മാറാൻ സാധിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം പാടില്ല. ഇബാദുർ റഹ്മാൻ ആകണോ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസിയാകണോ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനാകണോ, വിനയമുള്ള അടിമയായി മാറണം. എല്ലാ രംഗത്തും, ഒരു രംഗത്ത് പോലും അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പലർക്കും അറിവുള്ളവരുണ്ടാകാം, അല്ലെ? അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകാം. അറിവ് കൊണ്ട് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചവർ, സമ്പത്ത് തന്ന് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചവർ, ആരോഗ്യം തന്ന് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചവർ, മറ്റുള്ള സുഖ സൗകര്യങ്ങൾ തന്ന് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചവർ, അല്ലെ? ആ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോരോ സുഖ സൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാൻ പാടില്ല.
ഒരിക്കലും മറ്റുള്ളവരെക്കാൾ എനിക്ക് അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കുന്നു, അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്ന ചിന്ത ഒരു വിശ്വാസിയുടെ ഇബാദുർ റഹ്മാന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു കവി ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നോ, വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു വിശ്വാസി ആരായിരിക്കണമെന്ന് ഒരു കവി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നോ, ആ കവി പറയുന്നത്, റസാനത്തുൽ ഇൽമി മൻ കാനതു സക്കിലുഹു യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അസ്കാലി. എന്തായി പറഞ്ഞത്? അറിവെന്ന ഭാരം ആര് ചുമക്കുന്നുവോ, അറിവെന്ന ഭാരം ആര് ചുമക്കുന്നുവോ, യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അസ്കാലി, അവൻ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറണം. ഏതുപോലെ വയസ്തുദുൽ ഹുസ്നു ബിൽ അസ്മാരി ഇദാ ഹമലത്ത് അസ്റ്റാറുഹു ദാലിയം മിൻ ബഅദി ഇദ്ലാലി. ഒരു മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടായാൽ, ഏറ്റവും ഉയർന്ന കൊമ്പിൽ പഴങ്ങൾ ഉണ്ടായാൽ, ആ പഴങ്ങളുടെ ഭാരം മൂലം ആ കൊമ്പുകൾ എത്രമാത്രം താഴോട്ട് താഴ്ന്നു വരുമോ, അതേപോലെ ഒരു വിശ്വാസി എല്ലാവരോടും വിനയത്തോടുകൂടി അഹങ്കാരമില്ലാതെ പെരുമാറുന്നവനാകണം, വളരെ താഴ്മയോടുകൂടി പെരുമാറുന്നവനാകണം ഒരു വിശ്വാസി എന്ന് ഒരു കവി നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഹദീസിൽ കാണാൻ കഴിയും. മഹദി മക്റമയുടെ പുത്രിയായ ലൈല റളിയല്ലാഹു അൻഹ പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഖശ്ശിഅ വറഅയ്തു മിനൽ ഫറഖ്. എന്തായി പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിനയാന്വിതനായ ഒരു പാപത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയാന്വിതനായ ഒരു പാപത്തെ പോലെ ഇരിക്കുന്നത് കണ്ട് ഞാൻ പേടിച്ചു പോയി എന്ന്. ആരാ? എന്താ കാരണം? ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടും അഹങ്കരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം കണ്ട് ഞാൻ പേടിച്ചു പോയി എന്ന് ലൈല റളിയല്ലാഹു അൻഹ പറയാണ്. നോക്കൂ നിങ്ങൾ, ശത്രുക്കളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫ് 7-ാമത്തെ വചനം, മാലിഹാസൽ കിതാബ് മാലിഹാസർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്. ഇതെന്തൊരു നേതാവാണ് അല്ലേ? നിങ്ങൾ പറയുന്ന പ്രവാചകൻ, നിങ്ങൾ പറയുന്ന നേതാവ് എന്തൊരു നേതാവാ? സാധാരണ ഭക്ഷണം കഴിക്കുന്ന സ്പെഷ്യലായിട്ടൊരു ഫുഡ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. സാധാരണ മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡ്, സാധാരണ മനുഷ്യന്മാരുടെ കൂട്ടത്തിലൂടെയുള്ള നടത്തം, അവരുടെ ജീവിതം, സാധാരണ മനുഷ്യന്റെ ജീവിതം നയിച്ചിരുന്ന നേതാവ് അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെക്കാൾ ഈ ലോകത്ത് വലിയവനാകണമെന്ന് അല്ലേ? ലാ തത്റൂനി കമാ അത്റത്തിൻ നസ്വാറ മസീഹ് ഈസ ഇബ്നു മറിയം. നിങ്ങൾ ഒരിക്കലും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനത പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്താൻ പാടില്ല. നിങ്ങൾ വിളിച്ചോ അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ ആരാ? അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാകുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അടുത്ത് പരമാവധി താഴാൻ, പരമാവധി വിനയം കാണിക്കാൻ മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ജീവിതം കണ്ടു പഠിച്ച, ഈ ജീവിതത്തിലേക്ക് പകർത്തിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ചരിത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രിയിൽ ഇറങ്ങി നടക്കും. ഒരു സാമ്രാജ്യത്തിന്റെ രാജാവായ ഭരണാധികാരിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ, പ്രജകളൊക്കെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ, അവരുടെ സ്ഥിതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കാണ്. ഇറങ്ങി നടക്കുമ്പോൾ കുറച്ചകലെ ഒരു വെളിച്ചം കാണുന്നു. അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, എന്താ? അവിടെ ഒരു സ്ത്രീ പ്രസവ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭർത്താവുണ്ട്. ഒരു മറയുടെ പിന്നിൽ ആ സ്ത്രീയാണ്. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞ വാചകം എന്തെന്നോ ചരിത്രത്തിൽ കാണാൻ കഴിയും. നിനക്കിതാ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പുണ്യത്തിന് കാരണമാകുന്ന ഒരു കാര്യവും കൊണ്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. നിനക്കൊരു പുണ്യം ചെയ്യാനുള്ള അവസരം ഞാൻ തരട്ടെയോ? എന്താന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. ഭാര്യയും ഭർത്താവും പോവുകയാണ്. എവിടേക്ക്? ഒരു സ്ത്രീയുടെ പ്രസവം എടുക്കാൻ. ആരാ പോകുന്നത്? ഒരു ലോകത്തിന്റെ രാജാവായ, ഒരു രാഷ്ട്രത്തിന്റെ രാജാവായ ഭരണാധികാരിയും ഭാര്യയും കൂടി ഒരു സ്ത്രീയുടെ പ്രസവം നോക്കാൻ പോകുന്നു അല്ലേ? അവിടെ ചെന്ന് ഭാര്യ പ്രസവിക്കുന്നു. ആ മനുഷ്യന്റെ ഭാര്യ പ്രസവിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ വിളിച്ചു പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സഹോദരൻ ഇതാ ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു.
ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോഴാണ് അവിടെ കൂടിയ മനുഷ്യൻ പോലും മനസ്സിലാക്കുന്നത് ഇത് രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ, അല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത ആ സമയം, ഭരണാധികാരിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആ സമയത്ത് തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വിളിച്ചു ചോദിച്ചുവെന്നാണ്, അബൂബക്കർ, താങ്കൾ ഭരണാധികാരിയായി, താങ്കൾ രാജ്യത്തിന്റെ രാജാവായി മാറി, ഇനി എന്റെ ആടിനെ ആര് കറന്നു തരും? നോക്കൂ നിങ്ങൾ, ആര് കറക്കും എന്റെ ആടിനെ? ആര് പാല് കറന്നെടുത്ത് തരും? ഉടൻ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കറന്നു തരും, ഞാൻ തന്നെ ഇനിയും നിങ്ങളുടെ ആടിനെ കറന്നു തരും. എന്തേ ഇവരിങ്ങനാവാൻ കാരണം? ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരുപാട് സംഭവങ്ങൾ. സഹോദരിമാരെ, നമുക്ക് സമയമില്ലല്ലോ, ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവരെന്തേ ഇത്രമാത്രം ഭൂമിയിൽ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി അവർ ജീവിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറുൻ നാസി മൻ കാന ഇൻദല്ലാഹി മുതവാദിഅ, ജനങ്ങളോട് ഈ ഭൂമിയിൽ ഏറ്റവും താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറുന്നവനാരോ അവനാണ് പടച്ച തമ്പുരാന്റെ അടുത്ത് ഏറ്റവും ഉന്നതൻ, ഏറ്റവും നല്ലവൻ എന്ന്. എന്തായി പറഞ്ഞത്? ഈ ഭൂമിയിൽ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാകുന്നു അല്ലാഹുവിന്റെ അടുത്ത് വിനയത്തോടുകൂടി പെരുമാറുന്നവനാരോ അവനാകുന്നു പടച്ച തമ്പുരാന്റെ അടുത്ത് താഴ്മയോടുകൂടി പെരുമാറുന്നവനാരോ അവനാകുന്നു പടച്ച തമ്പുരാന്റെ അടുത്ത് ഏറ്റവും ഉന്നതൻ എന്ന്. ഇതാണ് അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്കാവണം സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസിയാകാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പരമാവധി ഏതൊക്കെ രംഗത്ത്, അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തുള്ളവരുണ്ടാകാം, പാവപ്പെട്ടവരെ കാണുമ്പോൾ ഭർത്താവിന്റെ മുമ്പിൽ എത്രമാത്രം ഭർത്താവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി പെരുമാറാൻ സാധിക്കുമോ അത്രത്തോളം വിനയത്തോടുകൂടി പെരുമാറുക. ഉമ്മയോട് ഉപ്പയോട് പെരുമാറുമ്പോൾ, മക്കളോട് പെരുമാറുമ്പോൾ, കൂട്ടുകാരോട് പെരുമാറുമ്പോൾ, സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ഒരിക്കലും 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 അഹങ്കാരമില്ലാത്ത, പൊങ്ങച്ചമില്ലാത്തൊരു ജീവിതം അവർക്ക് അള്ളാഹുവിന്റെ അടിമകളാകാൻ സാധിക്കൂ. മാത്രമല്ല നാളെയുടെ ലോകത്ത് പടച്ച തമ്പുരാൻ അവർക്കിതാ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത എന്താണെന്നോ? സൂറത്തു ഖസസ് 28-ാം അധ്യായം 83-ാമത്തെ വചനം. അള്ളാഹു ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, അഹങ്കാരികളായി ജീവിക്കാത്തവർ മനുഷ്യന്മാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലസീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ വലാഖിബത്തു ലിൽ മുത്തഖീൻ. പാരത്രിക ഭവനം, തിൽക്കദ്ദാറുൽ ആഖിറ, ആ പാരത്രിക ഭവനമുണ്ടല്ലോ, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയാരാമം, അത് ഭൂമിയിൽ നജ്അലുഹാ ലില്ലസീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുന്നവരാരോ അവർക്ക് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ ആ സ്വർഗീയാരാമം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്ത്യഫലം സൂക്ഷ്മത പാലിച്ചവർക്ക് അനുകൂലമായിരിക്കും. അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസികളോടൊപ്പം, ഇഷ്ടദാസന്മാരോടൊപ്പം നാളെയുടെ ലോകത്ത് സ്വർഗീയ പ്രവേശനത്തിന് അവർക്ക് അനുമതി ലഭിക്കുമ്പോൾ അള്ളാഹു അത്തരത്തിൽ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലേക്ക് നയിക്കുന്ന, തൗഹീദിലേക്ക് നയിക്കുന്ന നല്ല കുടുംബത്തെയും കൂട്ടുകാരെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടാളികളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.